ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. വളരെ രുചിയോട് കൂടിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. എന്നാൽ നമുക്ക് നമ്മുടെ ഈ റെസിപ്പിയിലേക്ക് പോകാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കാം. 1 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മിക്സിയിൽ ഇട്ട് അരച്ചെടുക്കാം. അതിനായിട്ട് നമുക്ക് ഈ കൂട്ടിലേക്ക് വെള്ളമൊഴിച്ച് കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കാം. കട്ടയില്ലാതെ കലക്കിയെടുത്താലേ നമ്മുടെ മിക്സിയിലിടുമ്പോൾ ഇതൊന്ന് അടിഞ്ഞു കിട്ടുകയുള്ളൂ. അതിനായിട്ടാണ് ഇതുപോലെ ഒന്ന് വെള്ളമൊഴിച്ച് കലക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ പരുവത്തിലാണ് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നമുക്കൊന്ന് അടിച്ചെടുത്ത് ഒരു ബൗളിലേക്ക് ഒഴിച്ച് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഒരു അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ. നമുക്കിതിൽ ഉപ്പുണ്ടോ കുറവുണ്ടോ എന്നൊക്കെ നോക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാനിത് അവിടെ മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. ഞാനിവിടെ മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മുട്ടക്കറി. 4 മുട്ട നമുക്ക് പുഴുങ്ങി തൊലി കളഞ്ഞ് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. വളരെ കനം കുറച്ച് സ്ലൈസ് ചെയ്ത് നമുക്ക് എടുക്കാം. നമുക്ക് അടുപ്പിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. അത് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. 2 തണ്ട് കറിവേപ്പിലയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും മൊരിഞ്ഞ് വന്നാൽ നമുക്കിതിലേക്ക് നമ്മുടെ ഉള്ളി ഒന്നിട്ട് വാട്ടിയെടുക്കാം. കണ്ടോ, 2 വലിയ ഉള്ളിയും സ്ലൈസ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് ഉപ്പിട്ട് വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് അടച്ച് വെച്ചിട്ടും നമുക്കൊന്ന് വേവിക്കാം. ഞാനൊരു നുള്ള ഉപ്പ് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ മൂടി വെച്ച് ഒരു 10 മിനിറ്റ് അടച്ചു വെക്കുകയാണ്. തീ ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ വെച്ച് വേണം ഇതൊന്ന് കുക്ക് ചെയ്യാൻ. ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. മൂടി തുറന്ന് നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും വേണമെങ്കിൽ അടച്ച് വെക്കാം. വാടിയിട്ടില്ലെങ്കിൽ, വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ മല്ലിയിലയുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മല്ലിയില ഇല്ലാത്തത് കൊണ്ട് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നന്നായി ഒന്ന് ഇളക്കി മസാലയും എല്ലാം ഉള്ളിയിൽ പിടിച്ചതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉള്ളിക്ക് സമമായി വെള്ളം നിൽക്കുന്ന വിധത്തിലായി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് തിളക്കാനായിട്ട് വെക്കാം. ഇതാ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച്, നിങ്ങൾ കണ്ടില്ലേ ഗ്രേവി
ഇത്രയും ഗ്രേവി മതി നമുക്ക്. ഈ ഗ്രേവി കറക്റ്റാണ് നമുക്ക് അപ്പത്തിൻ്റെ ഒപ്പം കഴിക്കാനൊക്കെ ഉണ്ടാക്കാം. നമുക്ക് വെള്ളപ്പത്തിൻ്റെ ഒപ്പവും പത്തിരിക്കൊപ്പമൊക്കെ കഴിക്കാൻ വളരെ രുചികരമായ ഒരു കറിയാണ്. ഇനി നമുക്കിതിലേക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇനിയും വേണമെങ്കിൽ നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ മുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കാം. നടു പൊളിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ മുകളിൽ വര ഇട്ട് കൊടുത്തതിന് ശേഷം അങ്ങനെ വേണമെങ്കിലും ഒരു കത്തി വെച്ച് വരഞ്ഞതിന് ശേഷം അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അതല്ല ഇതുപോലെ ഓരോന്നിശ ഇടാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്കിടാം. ഞാൻ ഓരോ മുട്ട വീതം വെച്ചിട്ടാണ് ഈ റോസ്റ്റിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി എല്ലാ സവാളയും ഇതിൻ്റെ മീതേക്ക് ഇട്ട് മൂടിയതിന് ശേഷം ഒരു 2-3 സെക്കൻഡ് മൂടി വെച്ച് നമുക്കൊന്ന് തിളപ്പിക്കാം. ഇതിൻ്റെ മീതേക്ക് നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. വളരെ രുചികരമായ മുട്ടക്കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് അപ്പത്തിനുള്ള ചട്ടി റെഡിയാക്കാം. ദോശ ഉണ്ടാക്കാം. നമുക്ക് ദോശച്ചട്ടി നമുക്ക് അടുപ്പിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കാം. ചൂടായി വരുമ്പോൾ ഒരു തവി നമ്മൾ കലക്കി വെച്ച ഗോതമ്പ് മാവിൽ നിന്നും എടുത്ത് ഇതുപോലെ ഒഴിച്ച് നമുക്കൊന്ന് പരത്തിയെടുക്കാം. പരത്തി കൊടുത്ത് ആ ഭാഗം ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് മറ്റേ ഭാഗത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു 2 സെക്കൻഡിന് ശേഷം വീണ്ടും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇങ്ങനെ എല്ലാ ദോശയും നമുക്ക് ചുട്ടെടുക്കാം. വളരെ രുചികരമായ ഒരു ദോശയും ഒരു മുട്ടക്കറിയുമാണിത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ഓക്കേ, ബൈ ബൈ.